ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. 18-ാം അധ്യായം 1 മുതൽ നാം വായിച്ചാൽ, ദൈവത്തോടുള്ള സംസർഗത്തിൽ ദൈവത്തെ അനുസരിച്ച് മുൻപോട്ട് പോയ അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതത്തിന്റെ ഉടമയായ അബ്രഹാമിനെ കുറിച്ചാണ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ കൂടി നാം മാതൃകയാക്കേണ്ട 1-2 ചിന്തകൾ ഞാൻ പങ്കുവെച്ചുകൊള്ളട്ടെ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള ഭാഗത്ത് ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട്, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്നരുളി ചെയ്തു. അബ്രഹാം അതനുസരിച്ച് യാത്രയായി. അബ്രഹാമിനെ വിളിക്കുന്നതിലൂടെ ദൈവം തന്റെ ലോകത്തിലെ രക്ഷണ്യ പദ്ധതി വെളിപ്പെടുത്തുന്നു. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും അതിന്റെ സുരക്ഷിതത്വത്തിൽ നിന്നും വിഗ്രഹാരാധനയിൽ നിന്നും പുതിയ ഇടത്തേക്കും പുതിയ അനുഭവങ്ങളിലേക്കും ദൈവത്തോടൊത്തുള്ള ജീവിതത്തിന്റെ അനിശ്ചിതത്വത്തിലേക്കുള്ള വിളിയായിരുന്നു അത്. അപ്രകാരം അബ്രഹാം മുന്നോട്ടു പോയി. 18-ാം അധ്യായത്തിൽ തന്റെ സുഹൃത്തായ മമ്രയുടെ തോപ്പിൽ വെച്ച് യഹോവ പ്രത്യക്ഷനാവുന്നു. നട്ടുച്ച നേരത്ത് കൂടാരവാതിക്കലിരുന്ന തന്റെ മുമ്പിൽ 3 പുരുഷന്മാർ നിൽക്കുന്നത് കണ്ടു. അപ്രതീക്ഷിതമായി കണ്ട അതിഥികൾ ആരാണെന്നറിയാതെ അബ്രഹാം സ്വീകരിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. 18-2 നാം വായിക്കുന്നു, കൂടാരവാതിക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. യജമാനനെ എന്ന സംബോധനയോടെയാണ് അവരെ സ്വീകരിക്കുന്നത്. അബ്രഹാമിന്റെ ജീവിതത്തിലെ ഫസ്റ്റ് ക്വാളിറ്റിയായി നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റുള്ളവരോടുള്ള സ്നേഹം, വിനയമൊക്കെ തന്റെ പ്രവൃത്തിയിൽ കൂടി വെളിപ്പെടുത്തുന്നു. ഏറ്റവും മെച്ചമായ വിഭവസമൃദ്ധമായ ആഹാരം ഉണ്ടാക്കി അവരുടെ മുമ്പിൽ വെച്ചു. അവരുടെ അടുക്കൽ വൃക്ഷത്തിൻ കീഴിൽ ശുശ്രൂഷിച്ച് നിന്നുവെന്ന് നാം വായിക്കുന്നു. അതിഥി സൽക്കാരത്തിന്റെ ഗാംഭീര്യം നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. എബ്രായ ലേഖനം 13-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ, സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്, അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. ഈ വാക്യങ്ങൾ ഇവിടെ അർത്ഥവത്താവുന്നു. ഈ വേദഭാഗത്തിലെ 2-ാമത്തെ ചിന്ത, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന യഹോവ. പുത്രസൗഭാഗ്യമില്ലാതിരുന്ന സാറയ്ക്ക് 1 ആണ്ട് കഴിഞ്ഞ് ഒരു മകനുണ്ടാകുമെന്ന് അറിയിക്കുന്നു. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് സംശയിച്ച സാറയെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നു. യഹോവയാൽ സാധിക്കാത്ത കാര്യം വല്ലതുമുണ്ടോ? അതെ, യഹോവയാൽ സാധിക്കാത്ത ഒരു കാര്യവുമില്ല. ദൈവം നമ്മിലെ നന്മകൾ കാണുമ്പോൾ, ദൈവത്തിന് ഉദാത്തമായ സ്ഥാനം നൽകുമ്പോൾ ദൈവത്തിന്റെ അത്ഭുത കൃപകൾ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. താഴോട്ട് നാം വായിച്ചാൽ, അബ്രഹാം അവരെ യാത്രയയപ്പാൻ അവരോടൊപ്പം പോയി. അത്രമാത്രം സ്നേഹവും കൂട്ടായ്മയും അവരോട് കാണിച്ചു. അബ്രഹാമിനെ അവർ അനുഗ്രഹിച്ചു. വലിയതും ബലമുള്ള ജാതിയായി തീരുകയും അവനാൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തു. വിശ്വാസികളുടെ പിതാവ്, ബഹുജാതികളുടെ പിതാവ് എന്ന പേരിനൊക്കെയും അർഹനായി തീർന്നു. 19-ാം വാക്യത്തിൽ അബ്രഹാം തന്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് വായിക്കുന്നു. അബ്രഹാം യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. സഹോദരപുത്രനായ ലോത്തിനും കുടുംബത്തിനും വേണ്ടി തന്നെ തന്നെ താഴ്ത്തി മധ്യസ്ഥ ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ദൈവത്തെ അനുസരിക്കുകയും സ്നേഹിക്കുകയും അവന്റെ വഴികളിൽ നടക്കുകയും ചെയ്താൽ നമുക്കും ഈ ദൈവകൃപ അനുഭവിക്കുവാൻ സാധിക്കും. യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ ധ്യാനിക്കുന്ന ഈ നാളുകൾ അവരന്റെ ജീവിതത്തിൽ ഒരുപിടി നന്മകൾ വർഷിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. യേശു കർത്താവ് കാട്ടിത്തന്ന മാതൃകയിലൂടെ വിശക്കുന്നവൻ അപ്പം നുറുക്കി വിളമ്പുവാനും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ സ്നേഹത്തിലും വിശ്വാസത്തിലും ദൈവാശ്രയത്തിലും നിലനിൽക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ, ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.